ഹായ്, ഞാൻ സ്നേഹ. എക്സൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ വൺ സൈഡ് ലവായിട്ട് ഉള്ള ആളുകൾ കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് നമുക്കറിയാം, അവർ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ അയാൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് അറിയുന്നുണ്ടാവും പക്ഷെ പ്രണയിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ട്, അവർക്ക് ഈ ഒരു കാര്യം അറിയില്ല. അതായത് നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷെ അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് പോകുന്നതിന് മുന്നേ, അതായത് അവർ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അതുപോലെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു കാര്യം സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. ഒരു 3-4 കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതേപോലെ ഒന്ന് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ അവരെ തിരിച്ച് സ്നേഹിക്കണം എന്ന് വിചാരിക്കേണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ കാണുന്നുണ്ടായിരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ബസ്സിലോ അതല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുക മീൻസ് കാണുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് കാണുന്ന ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അവളെ തിരിച്ച് സ്നേഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ആളെ നന്നായിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ കുറേ സമയം നിന്ന് നോക്കുക എന്നല്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരിങ്ങനെ നോക്കുക. ഈ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മണത്തറിയാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയാം. അതായത് അത് പെട്ടെന്ന് അറിയാനായിട്ട് പെൺകുട്ടികൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിപ്പോൾ അവരെങ്ങനെ എപ്പോഴും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എപ്പോഴും മീൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നിങ്ങൾ അവരെ നോക്കുന്നു, പിന്നെ നിങ്ങൾ പുറത്തേക്ക് അങ്ങനെ മറ്റു ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിക്കാം, വീണ്ടും നിങ്ങൾ അവരെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാക്കി, എന്താണ് ഇയാളെന്നെ കുറേ നേരമല്ല നോക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും കാരണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. അങ്ങനെ വരാമെന്ന് പറയുമ്പോൾ അവർ നമ്മളെ നോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അവിടെ അർത്ഥം. അതായത് ഈ ആളിൽ എന്തോ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ സംഭവം ഉള്ളിലുണ്ട് എന്നൊരു ചിന്ത അവർക്ക് വരും. അപ്പോൾ അവർ നമ്മളെ അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കും. നമ്മളുടെ ആ രൂപം അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതും എല്ലാം അവരുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ സംസാരിക്കാൻ പറ്റി എന്ന് വിചാരിക്കാം. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കോംപ്ലിമെന്റ് നൽകിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത്. പെൺകുട്ടികൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കായിട്ടൊക്കെ നല്ല കോംപ്ലിമെന്റ്സ് നൽകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ആൺകുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ്. നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ നൽകി കഴിഞ്ഞാൽ അത് ഇഷ്ടമാണ്. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അതായത് 4 ആൾ കേൾക്കെ നമ്മളെക്കുറിച്ച് നല്ലതൊക്കെ പറയുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മിക്ക പെൺകുട്ടികളും. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, വളരെ മോശമായിട്ട് കമൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കോംപ്ലിമെന്റ്സ് ഇഷ്ടപ്പെടുന്നതിൻ്റെ പുറകെ പോകുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നമ്മൾ കാണിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് സന്തോഷം കിട്ടുന്ന ആളുകളാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല കോംപ്ലിമെന്റോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആദ്യമേ അവരോട് സംസാരിക്കണം എന്ന് ഞാൻ പറയില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ആദ്യം അവരെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കയറിയിട്ട് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് വളരെ തെറ്റിദ്ധാരണയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഇഷ്ടം തോന്നും. അവരെ കാണുന്ന സമയത്ത് ഒരു അട്രാക്ഷൻ നമുക്ക് അവരോട് തോന്നും. ഒരിക്കലും അത് പ്രണയമായിട്ട് മാറാൻ സാധ്യത വളരെ കുറവാണ്. അതായത് ആദ്യമേ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം, പ്രണയം തോന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. പതിയെയാണ് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കയറിയിട്ട് അവരോട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങളെ മുന്നേ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒറ്റയടിക്ക് ഒരാൾ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ടൈം നിങ്ങൾ എടുത്തേ മതിയാവുള്ളൂ. ടൈം എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിരിക്കണം. അതായത് നിങ്ങളെ കണ്ട് നിങ്ങളെ അവർ നോട്ടീസ് ചെയ്തിരിക്കണം. പിന്നീട്
പിന്നീട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോവുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു നല്ല കോംപ്ലിമെൻറ്റോട് കൂടിയിട്ട് സംസാരിക്കുക. എന്ന് കരുതിയിട്ട് കുറേ കോംപ്ലിമെൻറ്റ്സ് ഒരുമിച്ച് നൽകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതും വേണ്ട. ഒറ്റ പ്രാവശ്യം സംസാരിക്കുമ്പോൾ ഒരൊറ്റ കോംപ്ലിമെൻറ്റ് മാത്രം നൽകിയാൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അവരെ കാണുമ്പോൾ അവർ നല്ല അടിപൊളിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, തൻ്റെ ഡ്രസ്സ് കാണാൻ, ഐ മീൻസ് ഈ ഒരു ഡ്രസ്സിങ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഈ ഒരു ഡ്രസ്സിൽ തന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രീതിയിലുള്ള നല്ല കോംപ്ലിമെൻറ്റ്സ് നൽകുക എന്നുള്ളതാണ്. ഞാൻ ഡ്രസ്സ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നിങ്ങൾക്ക് അവരെ കാണുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നല്ല കോംപ്ലിമെൻറ്റ് നൽകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കോംപ്ലിമെൻറ്റ് നൽകി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടും എന്നൊരു സംശയമൊന്നും വേണ്ട. പിന്നീട് അവർ നിങ്ങളൊരു ഫ്രണ്ടായിട്ട് കാണാനായിട്ട് താല്പര്യം കാണിക്കും. അങ്ങനെ അല്ലെങ്കിൽ അതിനവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു ഫ്രണ്ടായിട്ടെങ്കിലും കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും പിന്നീട് കാണുന്നുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. സംസാരിക്കുന്ന സമയത്ത് ഒരു നല്ല കോംപ്ലിമെൻറ്റോട് കൂടിയിട്ട് സംസാരിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ ആവും എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ്. ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ കൂടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് പോയിന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു ഫ്രണ്ടായിട്ടോ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ പിന്നീട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങളിങ്ങനെ സംസാരിക്കാൻ പോയി കുറേ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ പിന്നെ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവരുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേസമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അഥവാ അവരെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഭിമാനത്തോടെയും ബഹുമാനത്തോടെയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവരെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ഇവരെ എല്ലാവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടവും നമുക്ക് ഇവിടെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എൻഡിങ്ങിലേക്ക് എത്തി, ഇനി നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യാം. പക്ഷേ ഈ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആളിപ്പോഴും സിംഗിൾ ആണോ, ഇനിയിപ്പോൾ അല്ല വേറെ ആരെങ്കിലും ഇഷ്ടമാണോ എന്നുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ്. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ പ്രപ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ 3 സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രണ്ടായി കഴിഞ്ഞു. അപ്പോൾ പിന്നീട് അവർക്ക് നിങ്ങൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്താലും നിങ്ങളോട് നോ എന്ന് പറയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഒറ്റയടിക്ക് നോ എന്ന് പറയാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം നിങ്ങൾ അവരുടെ ഫ്രണ്ടാണ്, അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഒറ്റയടിക്ക് അവർ ഇല്ല പറ്റില്ല എന്ന് പറയാം? അതെന്തായാലും അവർ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ല എന്നൊരു ചിന്തയെങ്കിലും അവരുടെ മനസ്സിൽ വരും. ആ ഒരു കാരണം കൊണ്ടെങ്കിലും അവർ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആലോചിക്കാം എന്നൊരു കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞാലും മതി, അത് കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ ഓക്കെ ആയിട്ട് വരും എന്നുള്ളതാണ്. എന്തായാലും ഒറ്റയടിക്ക് നിങ്ങളോട് നോ എന്ന് പറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാറിക്കഴിഞ്ഞു. ആ ഫ്രണ്ടായിട്ട് ഇരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ അവരുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളായിട്ട് മാറാൻ കൂടി ശ്രമിക്കണം കേട്ടോ. അതായത് അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് വിഷമങ്ങൾ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവായ റിസൾട്ട് ഉണ്ടായിരിക്കുള്ളൂ. അതോട് മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട് ആവാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, എല്ലാ രീതിയിലും അവർക്ക് ഓപ്പണായിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയിരിക്കണം. അങ്ങനെ മാറി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതിൽ യാതൊരു പേടിയും വേണ്ട. അവർ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ടൈമൊക്കെ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും യെസ് എന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അവർ സ്നേഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതായത് ആദ്യം നിങ്ങൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, ദെൻ രണ്ടാമത് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക, അതിൽ നല്ലൊരു കോംപ്ലിമെന്റ് കൊടുത്തിട്ട് സംസാരിക്കുക. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറേ പേർക്ക് സംശയമുണ്ട്, ഞാനിപ്പോൾ അവളോട് ചെന്ന് അല്ലെങ്കിൽ അയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹിക്കുമോ, സ്നേഹിക്കാൻ വല്ല വഴിയുണ്ടോ, ഇനിയിപ്പോൾ വേണ്ട പ്രപ്പോസ് ചെയ്താലും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെപ്പാടെ നാണക്കേടാവില്ലേ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ എങ്ങനെയാണ് സഹിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അത്രയും വലിയ വിഷമം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3-4 കാര്യങ്ങൾ
വളരെ സിമ്പിളാണ്, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അതായത് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ ടൈം എന്തായാലും എടുക്കും. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞ് അവരോട് സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി എടുത്ത് പ്രപ്പോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നടക്കില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈം അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സമയം എടുക്കും. എന്നേരം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ കാത്തിരുന്നാലും നിങ്ങളുടെ സന്തോഷത്തിനല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ അതങ്ങോട്ട് ചെയ്തേക്കുക. ചെയ്താൽ റിസൾട്ട് എന്തായാലും കിട്ടും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ നല്ല റിലേഷൻഷിപ്പ് കിട്ടട്ടെ, സന്തോഷമായിട്ട് എല്ലാവർക്കും ഇരിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്